ഉപകരണങ്ങൾ അനുമതിയില്ലാതെ ആളുകളുടെ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന കേസിൽ $95 മില്യൺ കൊടുത്ത് ഒത്തുതീർപ്പിലേക്ക് എത്താനൊരുങ്ങി ടെക്ബീമൻ ആപ്പിൾ. വെർച്വൽ അസിസ്റ്റന്റായ സിറിയിലൂടെ ആളുകളുടെ സംഭാഷണങ്ങൾ അനുമതിയില്ലാതെ ആപ്പിൾ ചോർത്തുന്നു എന്നായിരുന്നു ആപ്പിളിനെതിരെ ഉയർന്നുവന്ന ആരോപണം. സിറി റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ പരസ്യദാതാക്കളുമായി പങ്കുവച്ചുവെന്ന് ആരോപണമുണ്ട്. US കാലിഫോർണിയയിലെ കോടതിയിലായിരുന്നു കേസ് വാദിച്ചത്. ഹേ സിറി എന്ന് പറയുന്നതിലൂടെയാണ് വെർച്വൽ അസിസ്റ്റന്റ് ആക്റ്റീവ് ആകുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ സിറി സ്വയം ആക്റ്റീവ് ആവുകയും ശബ്ദങ്ങളും സംഭാഷണങ്ങളും നിരീക്ഷിക്കുകയും സംഭാഷണങ്ങളിൽ ചർച്ച ചെയ്ത ഉപകരണങ്ങളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ പിന്നീട് ഫോണിൽ പരസ്യം വരുന്നതിനെക്കുറിച്ച് വ്യാപകമായി പരാതി ഉയർന്നു വന്നിരുന്നു. 2014 സെപ്റ്റംബർ 17 മുതൽ 2024 ഡിസംബർ 31 വരെ ആപ്പിളിൻ്റെ വെർച്വൽ അസിസ്റ്റൻ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചവർക്ക് ഓരോരുത്തർക്കും $20 വെച്ചാണ് ആപ്പിൾ നൽകുക. ഇതിൽ കോടിക്കണക്കിന് ഉപഭോക്താക്കൾ ഉൾപ്പെടുന്നുണ്ട്. കേസിൽ വാദിച്ച അഭിഭാഷകൻ ഒത്തുതീർപ്പ് തുകയിൽ നിന്ന് $28.5 മില്യൺ ഫീസായും മറ്റു ചെലവുകൾക്കായി $1.1 മില്യൺ ആവശ്യപ്പെടും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തങ്ങൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ നിഷേധിച്ച ആപ്പിൾ കൂടുതൽ നിയമ നടപടികൾ നേരിടാതിരിക്കാനാണ് ഇത്രയും വലിയ തുക നൽകി ഒത്തുതീർപ്പിലേക്ക് പോകുന്നത്. $95 മില്യൺ ആപ്പിളിനെ സംബന്ധിച്ച് ചെറിയ തുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം ടെക്ബീമൻ ഉണ്ടാക്കിയ ലാഭം $93.74 ബില്യൺ ആണ്. ഒത്തുതീർപ്പ് തുക ആപ്പിളിൻ്റെ 9 മണിക്കൂർ നേരത്തെ വരുമാനം മാത്രമാണ്. മറ്റൊരു ടെക്ബീമനായ ഗൂഗിളും സമാനമായ കേസിൽ നിയമ നടപടിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ വെർച്വൽ അസിസ്റ്റന്റ് സമാനമായ രീതിയിൽ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് പരസ്യദാതാക്കൾക്ക് ഇത് കൈമാറുന്നുവെന്നാണ് കേസ്. ആപ്പിളിൻ്റെ കേസ് വാദിച്ച വടക്കൻ കാലിഫോർണിയയിലെ അതേ കോടതി തന്നെയാണ് ഗൂഗിളിൻ്റെ കേസ് പരിഗണിക്കുന്നത്. ആപ്പിളിനെതിരെ വാദിച്ച അതേ അഭിഭാഷകരാണ് ഗൂഗിളിനെതിരെയും വാദിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി കേസുകളും ആരോപണങ്ങളുമായിരുന്നു ആപ്പിളിനെതിരെ ഉയർന്നു വന്നത്. 2024 ജനുവരിയിൽ മുൻ മോഡലുകളും പ്രവർത്തന വേഗത പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോൾ കുറയ്ക്കുന്നു എന്ന പരാതിയിൽ US ആപ്പിളിന് $500 മില്യൺ പിഴയടക്കാൻ വിധിച്ചിരുന്നു. പിന്നീട് ഇത് $490 മില്യനായി കുറച്ചു. സ്റ്റോറേജ് സേവനമായ ഐക്ലൗഡിന് അനധികൃത പണം ഈടാക്കുന്നുവെന്നാരോപിച്ച് നവംബറിൽ ആപ്പിളിനെതിരെ മറ്റൊരു കേസും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവ കൂടാതെ സ്വന്തം ജീവനക്കാരുടെ വ്യക്തിഗത ഡിവൈസുകളിലും ക്ലൗഡ് അക്കൗണ്ടുകളിലും അനധികൃതമായി നിരീക്ഷണം നടത്തിയെന്ന പരാതിയിൽ ടെക്ബീമൻ ആപ്പിളിനെതിരെ നിയമ നടപടി ഉയർന്നു വന്നിരുന്നു. ശമ്പളവും തൊഴിൽ സാഹചര്യവും ചർച്ച ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞുവെന്നും പരാതിയുണ്ട്. ആപ്പിളിൻ്റെ ഡിജിറ്റൽ പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന അമർ ബക്ത എന്ന ജീവനക്കാരനാണ് കാലിഫോർണിയ കോടതിയിൽ ആപ്പിളിനെതിരെ പരാതിപ്പെട്ടത്. കമ്പനിയിലെ തൊഴിലാളികളോട് ആപ്പിൾ അവരുടെ വ്യക്തിഗത ഇമെയിൽ, ഫോട്ടോ ലൈബ്രറികൾ, ആരോഗ്യം നിരീക്ഷിക്കുന്ന ആപ്പുകൾ എന്നിവയിൽ ആക്സസ് ഉള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്നാണ് ബക്ത സമർപ്പിച്ച പരാതിയിലുള്ളത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.